ത്രിയേക ദൈവത്തിന് സ്തുതി. ഭാഗ്യവചനധാരയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം മലയാള മനോരമ പത്രത്തിന്റെ ആദ്യ പേജിൽ വന്നൊരു വാർത്തയും ചിത്രവും അനേകരുടെ ഹൃദയത്തെ സ്പർശിച്ചതുപോലെ എന്നെയും സ്പർശിക്കുകയുണ്ടായി. ഒരു കടുവ നായ ഇരതേടി പിന്തുടരുന്നതിനിടയിൽ കാൽ വഴുതി കടുവയും ഇരയായ നായും കൂടി ഒരു കുഴിയിൽ വീഴുന്നു. 5 മണിക്കൂർ നേരം അവർ രണ്ടുപേരും കൂടി ഒരേ കുഴിയിൽ ശത്രുത മറന്ന് കഴിയുന്നു. വന്യമൃഗങ്ങളാണെങ്കിൽ പോലും പ്രതിസന്ധിയുടെ മധ്യത്തിൽ ശത്രുത മറന്ന് പ്രതിസന്ധി അതിജീവിക്കുവാൻ സ്നേഹത്തോടെയും ഒരുമയോടെയും പെരുമാറുന്ന ഈ കാഴ്ച വിദ്യാസമ്പന്നർ എന്ന് അഭിമാനിക്കുന്ന സകല മനുഷ്യരുടെയും കണ്ണു തുറപ്പിക്കുന്ന കാഴ്ചയാണ്. ഇതിന് സമാനമായൊരു സംഭവം വിശുദ്ധ വേദപുസ്തകത്തിൽ 1 ശമൂവേൽ 24-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. ദാവീദ് ശൗൽ രാജാവിനെ ഭയന്ന് ഏൻ ഗേദി മരുഭൂമിയിൽ ഒളിച്ചു പാർക്കുന്ന സന്ദർഭത്തിൽ ദാവീദും കൂട്ടരും പാർത്ത അതേ ഗുഹയിൽ ശൗലും സംഘവും വിശ്രമത്തിനെത്തി അവിടെ കിടന്നുറങ്ങി. അപ്പോൾ ദാവീദ് ശൗലിന്റെ വസ്ത്രത്തിന്റെ ഒരു ഭാഗം മുറിച്ചെടുത്ത് കയ്യിൽ സൂക്ഷിച്ചു. ആ സന്ദർഭത്തിൽ ദാവീദിന്റെ കൂടെയുള്ളവർ ഇത് തന്നെ സുവർണ അവസരം, ഇപ്പോൾ ശൗലിനെ വകവരുത്താം, നമുക്ക് രാജ്യം അവകാശമാക്കുകയും ചെയ്യാമെന്ന് ഉപദേശിച്ചു. പക്ഷേ ഈ അവസരത്തിൽ ദാവീദ് തന്റെ കൂടെയുള്ളവരെ ശാസിച്ചമർത്തി ശൗലിനെ ദ്രോഹിപ്പാൻ അവരെ അനുവദിച്ചില്ല. ശൗൽ ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങി കുറച്ചു ദൂരം ചെന്നപ്പോൾ ദാവീദും ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങി ഉച്ചത്തിൽ ശൗലിനെ വിളിച്ചു. യജമാനെ, യഹോവ എന്ന് നിന്നെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചിരുന്നു എന്നതിന് നിന്റെ ഈ വസ്ത്രാഗ്രം സാക്ഷിയാണ്. ഞാൻ ഒളിച്ചിരുന്ന ഗുഹയിലാണ് നീ വിശ്രമിക്കുവാൻ കയറിയത്. എന്റെ കൂടെയുള്ളവർ നിന്നെ വകവരുത്തുവാൻ എന്നെ നിർബന്ധിച്ചതുമാണ്. പക്ഷേ നീ യഹോവയുടെ അഭിഷിക്തനാകയാൽ എന്റെ കൈ നിന്റെ മേൽ വീഴുകയില്ല. ദുഷ്ടത ദുഷ്ടനിൽ നിന്നാണല്ലോ പുറപ്പെടുന്നത് എന്ന് വിളിച്ചു പറഞ്ഞു. 1 ശമൂവേൽ 24-ാം അധ്യായം 13-ാം വാക്യം. ഇത് കേട്ട് ശൗൽ രാജാവ് പശ്ചാത്താപ വിവശനായി ഇപ്രകാരം മറുപടി പറഞ്ഞു: എന്റെ മകനെ ദാവീദേ, നീ എന്നേക്കാൾ നീതിമാൻ. ഞാൻ നിനക്ക് തിന്മ ചെയ്തതിന് പകരം നീ എനിക്ക് നന്മ ചെയ്തിരിക്കുന്നു. യഹോവ എന്നെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടും നീ എന്നെ കൊല്ലാതെ വിട്ടല്ലോ. യഹോവ നിന്നെ അനുഗ്രഹിക്കട്ടെ. നീ ഇസ്രായേലിന്റെ രാജാവാകും എന്ന് പറഞ്ഞ് അവനെ അനുഗ്രഹിച്ചു. രണ്ടുപേരും ശത്രുത മറന്ന് അന്നു മുതൽ സ്നേഹിതരായി. ശൗൽ കൊട്ടാരത്തിലേക്കും ദാവീദ് അവന്റെ ഭവനത്തിലേക്കും പോയി. മേൽപ്പറഞ്ഞ 2 സംഭവങ്ങളിലും സമാനതകളുണ്ടെങ്കിലും വന്യമൃഗമായ കടുവ തന്റെ ഇരയോട് പ്രകടിപ്പിച്ച അനുകമ്പയും ആർദ്രതയും കൂടുതൽ ശ്രദ്ധ ആകർഷിക്കുന്നു. ഈ സംഭവങ്ങൾ നമുക്ക് നൽകുന്ന ചില സന്ദേശങ്ങൾ സൂചിപ്പിക്കട്ടെ. 1. പ്രതിസന്ധിയുടെ മധ്യത്തിൽ ഒരിക്കലും ശത്രുത പാടില്ല. ശത്രുത മനുഷ്യ ജീവിതത്തിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന പ്രതികാരത്തിന്റെ പ്രതിപ്രവർത്തനമാണ്. എന്നാൽ ആ ശത്രുത ഒരു പ്രതിസന്ധിയിൽ അകപ്പെടുന്ന നമ്മുടെ പ്രതിയോഗിയുടെ നേരെ വെച്ച് പുലർത്തരുത് എന്ന് മാത്രമല്ല, ആ സന്ദർഭത്തിൽ അവർക്ക് ആവശ്യമായ സഹായം നാം ചെയ്തു കൊടുക്കുകയും വേണം. നമ്മുടെ ആ മനോഭാവം ശത്രുവിനെ നമ്മോടുള്ള വൈരാഗ്യം ഇല്ലാതാക്കുകയും അയാൾ നമ്മുടെ ആയുഷ്കാല സുഹൃത്തായി മാറുകയും ചെയ്യും. ഇതാണല്ലോ ശൗലിൽ നാം കാണുന്നത്. 2. കൂടെ നിൽക്കുന്നവർ നമ്മുടെ ശത്രുത വർദ്ധിപ്പിക്കുന്നതിനും ശത്രുവിനെ വകവരുത്തുന്നതിനും നമ്മെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ നമ്മുടെ മനസാക്ഷിയുടെ ശബ്ദം മറന്ന് അവരുടെ ഉപദേശം അനുസരിക്കരുത്. ദാവീദ് തന്റെ ദൈവവുമായുള്ള ബന്ധത്തിൽ പഠിച്ചു വന്ന ചില ആത്മീയ പാഠങ്ങളുണ്ട്. അത് മറന്നു പ്രവർത്തിപ്പാൻ പ്രേരിപ്പിച്ച സുഹൃത്തുക്കളെല്ലാം ദാവീദ് ശാസിക്കുന്നു. യഹോവയുടെ അഭിഷിക്തന്റെ മേൽ ഞാൻ കൈവയ്ക്കുകയില്ല, ദുഷ്ടത ദുഷ്ടനിൽ നിന്ന് മാത്രമേ പുറപ്പെടുകയുള്ളൂ തുടങ്ങി ചില നല്ല മൂല്യങ്ങൾ അവൻ ഉറക്കെ വിളിച്ചു പറയുന്നു. തന്റെ കൂട്ടുകാരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നു. ഇതിവിടെ ശ്രദ്ധേയമാണ്. 3. സ്നേഹവും കരുതലും അത് അർഹിക്കുന്നവർക്കെല്ലാം നാം നൽകിയിരിക്കണം. ശത്രുമോ മിത്രമോ എന്ന് നോക്കാതെ എല്ലാവരെയും ഏതവസരത്തിലും സ്നേഹിക്കുവാനും കരുതുവാനും നമുക്ക് കഴിയണം. ആധുനിക ലോകത്തിൽ സ്നേഹവും പരസ്പരമായിട്ടുള്ള കരുതലും അന്യം നിന്ന് പോയിരിക്കുന്നു. കുടുംബത്തിൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലും മാതാപിതാക്കൾക്കും മക്കൾക്കുമിടയിലും സഹോദരങ്ങൾ തമ്മിലും എല്ലാം ശത്രുത വർദ്ധിക്കുന്ന ഇന്നത്തെ ലോകത്തിൽ കൂടുതൽ സ്നേഹവും കരുതലും നമ്മിൽ നിന്ന് ഉണ്ടാകണം. 4. നിസ്സഹായതയുടെ നിലവിളിക്ക് മുമ്പിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ ഇടപെടൽ തീർച്ചയായും ഉണ്ടാകും എന്ന പാഠം ഇവിടെ ലഭിക്കുന്നു. ഇരയായ ക്രൂരനായ കടുവയുടെ മുമ്പിൽ യാതൊരു രക്ഷാമാർഗവുമില്ലാതെ അകപ്പെട്ടപ്പോൾ കടുവയുടെ വായടപ്പിക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിഞ്ഞു എന്ന് നാം മനസ്സിലാക്കേണ്ട സന്ദേശമാണ്. ദാനിയേൽ സിംഹക്കുഴിയിൽ വീണപ്പോൾ നിസ്സഹായതയുടെ ഒരു നിലവിളി ദാനിയേലിൽ നിന്നും ഉയർന്നിരിക്കണം. ഉടൻ സ്വർഗം ഇടപെടുന്നു. സിംഹങ്ങളുടെ വായ അടയ്ക്കപ്പെടുന്നു. ദാനിയേൽ സുരക്ഷിതനായി പുറത്തു വരുന്നു. എന്തൊരു വലിയ അത്ഭുതം! സ്വർഗത്തിലെ വലിയവനായ ദൈവത്തിന്റെ അത്ഭുതകരമായ ഇടപെടൽ നമ്മളുടെ എല്ലാം അനുദിന ജീവിതത്തിൽ നിരന്തരം നടന്നുകൊണ്ടേയിരിക്കുന്നു എന്നത് നാം മനസ്സിലാക്കിയിരിക്കണം. പ്രതിസന്ധിയിൽ അകപ്പെടുന്ന പ്രതിയോഗിയോട് നമ്മുടെ ക്രിസ്തീയ സമീപനം എന്തായിരിക്കണം എന്ന നല്ല കാഴ്ചപ്പാട് എല്ലാവരിലും ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.